ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ ഗുരുവായൂർക്കാണുള്ളത്. രാവിലെ നമ്മൾ അതിരപ്പള്ളി മലക്കപ്പാറയൊക്കെ പോയിട്ട് രാത്രിയായപ്പോൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഗുരുവായൂരും ആനക്കോട്ടയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിരപ്പള്ളി ഞാൻ പുതിയൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. ആ യാത്ര കുറച്ച് മുഷ്കിലായിരുന്നു. ആകെ മൈഗ്രെയിൻ അടിച്ച് വോമിറ്റ് ചെയ്ത് ഡൗൺ ആയിട്ടാണ് വന്നത്. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ ആദ്യം പോയത് ഫുഡ് കഴിക്കാനായിട്ടാണ്. ആസ് യൂഷ്വൽ എൻ്റെ ഫേവറേറ്റ് ഗീ റോസ്റ്റ് ആണ് നമ്മൾ കഴിച്ചത്, അമ്പലത്തിന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന്. ഞാൻ ഏകദേശം ഒരു 8 to 10 ഇയേഴ്സിന് ശേഷമാണ് ഗുരുവായൂർക്ക് വരുന്നത്. അപ്പം മനസ്സമാധാനമായിട്ടൊന്ന് തൊഴാനായിട്ട് ഒരു വർക്കിംഗ് ഡേ ആണ് ചൂസ് ചെയ്തത്. പക്ഷെ എന്നിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു 3.5-4 മണിക്കൂർ നമ്മൾ ക്യൂ നിന്നാണ് ഗുരുവായൂരപ്പനെ കണ്ടത്. സ്പെഷ്യൽ ദർശനം ഉണ്ടായിരുന്നു. പെർ ഹെഡ് 1000, 5 പേര് വരികയാണെങ്കിൽ 4500, അങ്ങനെയൊക്കെ ആയിരുന്നു റേറ്റ്. നമ്മളത് ചൂസ് ചെയ്തില്ല, അല്ലാതെ തന്നെ ക്യൂ നിന്നു. അങ്ങനെ ഒരു വലിയൊരു ഇടിയൊക്കെ കഴിഞ്ഞിട്ട് തൊഴുതിറങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ വെച്ചിരുന്ന മൺഡേ ആയതുകൊണ്ട് തിരക്ക് കാണത്തില്ലെന്നാണ്, പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് അമ്മമാരുടെ റിവ്യൂ കേൾക്കാം. ഗുരുവായൂരമ്പലത്തിൽ തൊഴാൻ പോയി. ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും പുരുഷനെ വൃത്തിയായിട്ട് കണ്ടു, ഭഗവാനെ കണ്ടു തൊഴു. എങ്ങനെ ഉണ്ടായിരുന്നു തള്ളൊക്കെ? ആ ഒരു ഗുഡ് തള്ളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ടാണ് ഈ ഒരു വട്ടം ചുറ്റൽ. അമ്പലത്തിനകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇതെൻ്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ. ഒത്തിരി നാൾക്ക് ശേഷം സാരി എടുക്കുന്നത്. ഇനി ഫോട്ടോസ് കാണാം. ഫോട്ടോ സെക്ഷനിൽ നമുക്ക് അമ്മമാരെ കിട്ടിയില്ല, കാരണം അവർ ബിസി ഷോപ്പിംഗ് ആയിരുന്നു. അപ്പം നമ്മളവിടെ കുറച്ചു നേരം നിന്നതിന് ശേഷം ഒരു ലൈം സോഡ കുടിക്കാമെന്നും പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ഷോപ്പിൽ കയറി. അവിടെ നിന്നൊരു പരിപ്പ് വടയും മാംഗോ ജ്യൂസും കുടിച്ചു. നല്ലതായിരുന്നു കേട്ടോ. ഇത് മറ്റേ നമ്മൾ പണ്ട് മാംഗോ ബൈറ്റൊക്കെ കഴിക്കത്തില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ട്രിപ്പ്. വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഗണപതി ഹണ്ട്. ഞാൻ ഏതെങ്കിലും ട്രിപ്പ് പോകാൻ നേരത്തെ അറ്റ്ലീസ്റ്റ് ഒരു ഗണപതിനെങ്കിലും തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഈ വട്ടം എനിക്ക് 3 പേരെയാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇതാണ് കേട്ടോ. ഈ വട്ടം ചൂസ് ചെയ്തത് നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ഷോപ്പിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എങ്കിലും എൻ്റെ കയ്യിലില്ലാത്ത ഗണപതിയെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഒരു ടാസ്ക് തന്നെയായിരുന്നു. സെക്കൻഡ് നമ്മൾ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഈ ഒരു ഗ്ലാസ് എന്താ പറയുക, ഈ ഒരാളെയും കൂട്ടിയിട്ടുണ്ട്. പിന്നെ തേർഡ് വൺ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ടൊരു ഷോപ്പിൽ നിന്നാണ് ഈ ഒരു റെഡ് കളർ ഗണപതിനെ കിട്ടിയത്. അപ്പൊ ഇതെല്ലാം മേടിച്ചു തന്നപ്പോഴാ ദേ വരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയ 2 കുട്ടികൾ. ഹലോ, കണ്ടായിരുന്നോ നമ്മളെ? 450 രൂപ. കാണിച്ചെന്നെ. അങ്ങനെ നമുക്ക് പാൽപ്പായസവും കിട്ടി. അതെല്ലാം കുടിച്ചിട്ട് നേരെ നമ്മൾ ആനക്കോട്ടയിലോട്ട് പോവാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റും. ആൻഡ് ഇവിടെ വിശാലമായൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം പാർക്കിംഗ് സ്പേസ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ടിക്കറ്റ് ഫീസ് ഉണ്ട്, 20 rupees പെർ പേഴ്സൺ ആണ്. പുന്നത്തൂർ കോട്ട ഇത് പഴയ ഒരു പാലസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലാണ്. അവിടെയുള്ള ആനകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ആനക്കോട്ട സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 100 ആനകൾ ഉണ്ടായിരുന്നത്രേ. പക്ഷെ ഇപ്പോൾ നമ്മൾ പോയ ദിവസം ഏകദേശം ഒരു 36 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കയറുമ്പോൾ ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു വലിയ കുളമാണ് കേട്ടോ, ആനകൾക്കൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കണ്ടത് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ആനപ്പട്ടയാണെന്ന് തോന്നുന്നു. അത് ഒരുപാട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇവൻ കുറച്ച് സീരിയസ് ആയിട്ട് നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ സലാമൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ നടക്കുന്ന വഴിയുടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഇങ്ങനെ കുറേ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഓരോരുത്തർക്കും ഓരോരോ ഷെഡും കെട്ടിക്കൊടുത്തിട്ടുണ്ട്, അവരുടെ ഒരു വീട് പോലെ. രണ്ടാമത്തെ കണ്ടത് ഇവനെയാണ് കേട്ടോ. ഇവൻ ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഡാൻസ് ആണോ എന്ന് എനിക്കറിയത്തില്ല, കളിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ അവൻ സലാം വെച്ചതാണോ അതോ അവൻ്റെ തല ചൊറിഞ്ഞതാണോ എന്ന് നല്ല ഡൗട്ട് ഉണ്ട്. ഇവൻ ആടുന്ന കണ്ടിട്ട് ഞാനും കൂട്ടത്തിൽ നിന്നിങ്ങനെ ആടാന്നൊക്കെ ശ്രമിച്ചു. പക്ഷെ ഞാൻ ആടിയപ്പോഴേക്കും അവൻ മിണ്ടാണ്ട് നിന്ന്. അടുത്ത് കണ്ടത് നല്ല വലിയ കൊമ്പൊക്കെയുള്ള ഒരു ആന.
എനിക്ക് തോന്നുന്നു അവിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കൊമ്പുണ്ടായിരുന്നത് ഇവനാണ് കേട്ടോ. ഇവനിങ്ങനെ കാമായിരുന്നു, ഇങ്ങനെ നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അടുത്ത ആള്, ഈ പുള്ളിയും ഇങ്ങനെ ഫുഡിലായിരുന്നു ഫുൾ ഫോക്കസ്. ആക്ച്വലി ഇവരുടെ പേരൊക്കെ അടുത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു, ഞാൻ എവിടെയും കണ്ടില്ല. പിന്നെ ഈ ആനയ്ക്ക് കാലിന് എന്തോ വയ്യായ്മ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. മുട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നേ. ചിലപ്പോൾ ബൈ ബേർത്ത് അങ്ങനെ ആയിരുന്നിരിക്കാം. ഇനി അടുത്ത കണ്ടത് ഒറ്റക്കൊമ്പന്മാരാണ് കേട്ടോ. 2 പേരുണ്ടായിരുന്നു അങ്ങനെ ഒറ്റക്കൊമ്പുള്ള. അടുത്ത് ഈ കാണുന്നത് ഫീമെയിൽ ആണെന്ന് തോന്നുന്നു. ആള് ഭയങ്കര കാമായിരുന്നു, ഇങ്ങനെ ഫുഡും കഴിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ കാമായിട്ട് നിൽക്കുമായിരുന്നു. അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവനാണ് കേട്ടോ. ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് അവൻ സ്റ്റക്കായിട്ട് നിൽക്കും. നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അവൻ സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലിരുന്ന മടലൊക്കെ അവൻ വലിച്ചൊടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അതെന്നെ എറിയാനായിട്ടാണെന്ന്. പിന്നെ അവിടെ കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ട് സ്കൂട്ടായി. ഇവരുടെയൊക്കെ പേരൊക്കെ പറഞ്ഞുതരാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പോലും അറിയാൻ പറ്റിയില്ല, അവിടെ ആരെയും കണ്ടില്ല. പിന്നെ അടുത്ത് ഇവനെ കണ്ടു. ഇവൻ ദേ ചവിട്ടാനൊക്കെ പോയി. ആളിച്ചിരി കലിപ്പനായിരുന്നു, കുളിക്കായിരുന്നു. പാപ്പാൻ ഇങ്ങനെ കുളിക്കാൻ പറഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കാണിച്ചു തരാവേ. ആൾ കുളിച്ചിട്ടിങ്ങനെ നമുക്ക് സലാമൊക്കെ തന്നു. എന്നിട്ട് കുളിച്ചോണ്ടിരുന്ന സമയത്ത് ഈ പാപ്പാൻ വന്ന പൈപ്പ് എടുത്ത് മാറ്റുന്നുണ്ട്. ആ ഓസ് എടുത്ത് മാറ്റുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ അവനിങ്ങനെ ചവിട്ടാനൊക്കെ പോവും. കണ്ടോ? പിന്നെ ഈ കാണുന്ന ആളിച്ചിരി ഏജ്ഡ് ആയിരുന്നെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. റാൻഡംലി 1-2 പേരെയാണ് എനിക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ആൾക്കാരെയാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ആലോചിച്ചു, ഞാൻ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യും? ആന നല്ല ആന, വൃത്തിയുള്ള ആന എന്ന് പറയുമെന്നായിരുന്നു എൻ്റെ ഡൗട്ട്. അടുത്ത ആളിങ്ങനെ കുളിക്കുന്നതിൻ്റെ സുഖത്തിൽ ഉറക്കമായിരുന്നു എന്ന് തോന്നുന്നു. കണ്ണടച്ചാണ് കിടക്കുന്നത്, ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കും. അങ്ങനെ 3 പേരും കൂടെ ചേർന്ന് അവനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം എന്തോ പരിപാടി ഉണ്ടെന്ന് പറയുന്ന നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത ആൾ നല്ല സൂപ്പർ ഉറക്കത്തിലായിരുന്നു തോന്നുന്നു. പിന്നെ ഈ കാണുന്നൊരു സെക്ഷനിലോട്ടാണ് ഈ മദപ്പാട് വരുന്ന ആനകളെയൊക്കെ മാറ്റി നിർത്തുന്നത്. ഏകദേശം ഒരു 90 ഡേയ്സ് വേണ്ടി വരും ഇവരുടെ ഈ ഒരു മദപ്പാടെല്ലാം മാറി നോർമലായിട്ട് വരാനായിട്ട്. അപ്പം ദേ ഇവിടെ 1-2 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഞാൻ എല്ലാവരെയും കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ.